നമസ്കാരം. കൽതായ വീക്ക്ലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഞാൻ സ്മിത. പ്രധാന വാർത്തകൾ. പൗരസ്ത്യ കൽതായ സുറിയാനി സഭ പൗരോഹിത്യ ദിനം 2025 ജനുവരി 8 ബുധനാഴ്ച. മെൻസ് അസോസിയേഷൻ കേന്ദ്ര സമിതിയുടെ കനിവ് ഭവന പദ്ധതി 2024ലേക്ക് ചേലക്കോട്ടുകര മാർ അപ്രേംപള്ളി ഇടവക സംഭാവന നൽകി. സഭയുടെ വിവിധ ഇടവകകളിൽ ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. മുൻ വർഷത്തെ പോലെ മെത്രാപ്പൊലിത്തൻ പട്ടാഭിഷേക വാർഷികത്തോടനുബന്ധിച്ച് 2025 ജനുവരി 8 പൗരോഹിത്യ ദിനമായി ആചരിക്കുന്നു. അഭിവന്ദ്യ മാർ ഔഗ്യൻ കുര്യാക്കോസ് മെത്രാപ്പൊലിത്തയുടെ അധ്യക്ഷതയിൽ വൈകിട്ട് 4 മുതൽ 7 വരെ സംഘടിപ്പിക്കുന്ന യോഗത്തിൽ അഭിവന്ദ്യ ഡോക്ടർ മാർ അപ്രേം മെത്രാപ്പൊലിത്ത അനുഗ്രഹ പ്രഭാഷണം നടത്തുന്നു. കുന്നംകുളം ഭദ്രാസനാധിപൻ മലങ്കര ഓർത്തഡോക്സ് സിറിയൻ സഭയുടെ അഭിവന്ദ്യ ഡോക്ടർ ഗീവർഗീസ് മോർ യൂലിയോസ് മെത്രാപ്പൊലിത്ത ഉദ്ഘാടനം നിർവഹിക്കുന്നു. ഇതോടനുബന്ധിച്ച് പൗരോഹിത്യവും കൂദാശകളും എന്ന വിഷയത്തെ ആസ്പദമാക്കി ഡോക്ടർ ഫാദർ ബേബി വർഗീസ് പ്രഭാഷണം നടത്തുന്നു. ചടങ്ങിൽ സഭയിലെ വന്ധ്യവൈദികരും വൈദിക കുടുംബാംഗങ്ങളും സഭാ കൗൺസിൽ അംഗങ്ങളും ഇടവക കൈക്കാരന്മാരും കേന്ദ്ര ഭക്തസംഘടനാ ഭാരവാഹികളും സന്നിഹിതരായിരിക്കും. കേന്ദ്ര യൂത്ത് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഈ വർഷത്തെ ക്രിസ്മസ് പുതുവത്സരാഘോഷം 2024 ഡിസംബർ 20 മുളയം മാർത്തോമ ആശ്രമത്തിൽ കുട്ടികളോടൊപ്പം കുട്ടികളുടെ വിവിധ കലാപരിപാടികളോടെ സംഘടിപ്പിച്ചു. തുടർന്ന് സ്നേഹവിരുന്ന് ഒരുക്കിയിരുന്നു. യൂത്ത് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ഗിഫ്റ്റൻ ജോസഫ് അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി ജോഫിൻ ജോൺ ഒല്ലൂക്കാരൻ, യൂത്ത് അസോസിയേഷൻ അംഗങ്ങളായ പോൾ അബിമലേക്, ജിസ് ഷാജി എന്നിവർ നേതൃത്വം നൽകി. കുരിയച്ചിറ മാർ മാറി സ്ലിഹ പള്ളി ഇടവക തിരുനാൾ കൊടിയേറ്റം 2024 ഡിസംബർ 29 ഞായറാഴ്ച രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വികാരി ഡെന്നി ജോൺ തലോക്കാരൻ കശീഷ നിർവഹിച്ചു. ഡയമണ്ട് ജൂബിലി ആഘോഷിക്കുന്ന നെല്ലിക്കുന്ന് മാർ തിമോത്തിയോസ് ഇടവക മുഖപത്രമായ പാരിഷ് പൾസിന്റെ നേതൃത്വത്തിൽ വിശ്വാസികൾക്കായി സംഘടിപ്പിച്ച വിവിധ മത്സരങ്ങളുടെ വിജയികൾക്കുള്ള സമ്മാനങ്ങളും പങ്കെടുത്ത എല്ലാവർക്കുമുള്ള പ്രോത്സാഹന സമ്മാനങ്ങളും 2024 ഡിസംബർ 29 ഞായറാഴ്ച രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നൽകി. വിവിധ കാറ്റഗറികളിലായി നിറം കൊടുക്കൽ മത്സരം, കൈയെഴുത്തു മത്സരം, ലേഖന മത്സരം, സംഗ്രഹം എഴുത്തു മത്സരം എന്നിവയായിരുന്നു സംഘടിപ്പിച്ചിരുന്നത്. ഇതോടൊപ്പം തന്നെ നവംബർ ഡിസംബറിലക്കം പാരിഷ് പൾസ് ഇടവക വികാരി ഫാദർ ജാക്സ് ചാണ്ടി കശീഷ സഹവികാരി ഫാദർ ബിനോയ് നിരപ്പത്തിന് നൽകി പ്രകാശനം നിർവഹിച്ചു. മുൻ ലക്കത്തിൽ പ്രസിദ്ധീകരിച്ച ബൈബിൾ ക്വിസ് മത്സര വിജയിക്ക് സമ്മാനം നൽകി. എഡിറ്റർ ടോമി ജോസ് മണ്ണുത്തി, ഡയമണ്ട് ജൂബിലി കൺവീനർ ജോജി ജോസ് പാലിശ്ശേരി, ഡയമണ്ട് ജൂബിലി പ്രോഗ്രാം കൺവീനർ പ്രിൻസ് മാളിയേക്കൽ, സബ് എഡിറ്റർ ജോഷി ആന്റണി എന്നിവരും ഇടവക കൈക്കാരന്മാർ, ഇടവക ഭക്ത സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. എറണാകുളം സെന്റ് തോമസ് ഇടവക വിമൻ യൂത്ത് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സ്നേഹ സന്ദർശന പരിപാടി സംഘടിപ്പിച്ചു. ദേവാലയത്തിൽ എത്തുവാൻ സാധിക്കാതെ കഴിയുന്ന രോഗികളെയും വാർദ്ധക്യത്തിലായവരെയും നേരിട്ട് സന്ദർശിക്കുകയും ക്രിസ്മസ് സമ്മാനങ്ങളും മറ്റു സഹായങ്ങളും നൽകുകയും ചെയ്ത സ്നേഹ സന്ദർശനം ഇടവക ജനങ്ങളുടെ സഹകരണത്തോടും വികാരി, അസിസ്റ്റന്റ് വികാരിമാരുടെ സാന്നിധ്യത്തോടും കൂടെ വളരെ വിജയകരമായി. ഓരോ ക്രിസ്മസും ആഘോഷങ്ങളിൽ അലിഞ്ഞു പോകേണ്ടതല്ലെന്നും സ്നേഹത്തിന്റെ സന്ദേശം എത്തിക്കുന്ന സന്ദർശനങ്ങളാകണം ഓരോ ആഘോഷങ്ങളെന്നും ഇടവക വികാരി ഫാദർ അബി ആന്റണി അഭിപ്രായപ്പെട്ടു. മാർ യോഹന്നാൻ മംദാന പള്ളിയുടെ വിമൻസ് യൂത്ത് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ 2024 ഡിസംബർ 22 ക്രിസ്മസിനോട് അനുബന്ധിച്ച് പുഡിംഗ് കേക്ക് വിൽപ്പന സംഘടിപ്പിച്ചു. വികാരി ഫാദർ ഡേവിസ് തലോക്കാരനും സഹവികാരി ഫാദർ സിൻഡോ ജോസും കേക്ക് വിതരണം ഉദ്ഘാടനം ചെയ്തു. മെൻസ് അസോസിയേഷൻ കേന്ദ്ര സമിതിയുടെ കനിവ് ഭവന പദ്ധതി 2024ലേക്ക് ചേലക്കോട്ടുകര മാർ അപ്രേം പള്ളി ഇടവക സംഭാവന നൽകി. 2024 ഡിസംബർ 29 ഞായറാഴ്ച രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഇടവക വികാരി റവറൻ CD പോളി കശീഷയിൽ നിന്ന് മെൻസ് അസോസിയേഷൻ കേന്ദ്ര സമിതി ജനറൽ സെക്രട്ടറി അബി ജെ പൊന്മാണിശ്ശേരി തുക ഏറ്റുവാങ്ങി. ചടങ്ങിൽ സഹവികാരി റവറൻ ഫ്രെഡി ഡോൺ കശീഷ, കൈക്കാരന്മാരായ വിൽസൺ തറയിൽ, PK വർഗീസ് എന്നിവരും പാരിഷ് കൗൺസിൽ അംഗങ്ങളും ധാരാളം ഇടവക വിശ്വാസികളും പങ്കെടുത്തു. നെല്ലങ്കര മാർ എസ്തപ്പാനോ സഹദ ഇടവകയിലെ യൂത്ത് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഇടവകയിലെ ഭവനങ്ങളിലേക്ക് ഇടവക വികാരിയുടെ നേതൃത്വത്തിൽ ക്രിസ്മസ് കരോൾ സംഘം പോകുകയും കരോൾ ഗാനം ആലപിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ക്രിസ്മസ് തലേന്ന് യൂത്ത് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഇടവകയിലെ വിവിധ കൂട്ടായ്മകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ക്രിസ്മസ് ട്രീ മത്സരം സംഘടിപ്പിച്ചു. വിമൻ യൂത്ത് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ വിവിധ ഗെയിമുകളും ഒരുക്കിയിരുന്നു.
വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം സ്നേഹവിരുന്ന്, കേക്ക് കട്ടിംഗ് എന്നിവയും ഉണ്ടായിരുന്നു. കുന്നംകുളം മാർ ജോസഫ് ചർച്ചിന്റെ 2024 വർഷത്തെ ക്രിസ്മസ് കരോൾ ഇടവക വികാരി ഫാദർ റിനോജ് ഡേവിസിന്റെ നേതൃത്വത്തിൽ 20, 21, 22 തീയതികളിലായി നടത്തി. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ സഞ്ചി നിറയെ സമ്മാനങ്ങളുമായാണ് സാന്താക്ലോസും സംഘവും ഇടവക ഭവനങ്ങളിൽ സന്ദർശിച്ചത്. ഇടവക വിശ്വാസികളും നാട്ടുകാരും കരോൾ സംഘത്തിന് വരവേൽപ്പ് നൽകി. കൈക്കാരൻ റോഷ് കുര്യൻ എം, ബാബു ആലപ്പാടൻ, പാരിഷ് കൗൺസിൽ അംഗം ജോൺ തോമസ്, കരോൾ കൺവീനർ വിപിൻ ഫ്രാൻസിസ്, വിമൻ യൂത്ത് അസോസിയേഷൻ സെക്രട്ടറി റിൻസി റോഷ്, മെൻസ് അസോസിയേഷൻ സെക്രട്ടറി മെസ്റ്റിൻ മനോജ്, സൺഡേ സ്കൂൾ പ്രധാനാധ്യാപിക ജിസ മനോജ് എന്നിവർ നേതൃത്വം നൽകി. ധാരാളം ഇടവക വിശ്വാസികളും കുട്ടികളും ഈ കരോൾ പരിപാടിയിൽ പങ്കെടുത്തു. വിവിധ ഇടവകകളിൽ പുതുവർഷ ദിനത്തിൽ പ്രത്യേക കുർബാന അർപ്പിച്ചു. മാർത്തമറിയം വലിയ പള്ളിയിൽ ഫാദർ ഡെൽമിൻ ഡേവിസിന്റെ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചു. ഫാദർ ജിനു ജോസ്, ഡീക്കൻ അലക്സ് ടി സോണി, ഡീക്കൻ സനു സൈമൺ എന്നിവർ സഹകാർമ്മികരായി. ശേഷം പുതുവത്സര ദിനത്തിൽ കേക്ക് മുറിക്കുകയും ചെയ്തു. കിഴക്കേക്കോട്ട മാർ യോഹന്നാൻ മബ്ദാന പള്ളിയിൽ രാവിലെ ഫാദർ ഡേവിസ് തലവക്കാരന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാനയും പുതുവത്സര ദിനത്തിൽ പ്രത്യേക പ്രാർത്ഥനയും നടത്തി. ശേഷം കേക്ക് മുറിച്ച് മധുരം പങ്കുവയ്ക്കുകയും പുതുവത്സര ദിന ആശംസകൾ നേരുകയും ചെയ്തു. ഫാദർ സിൻഡോ ജോസ് സഹകാർമ്മികനായി. നെല്ലിക്കുന്ന് മാർ തിമത്യൂസ് പള്ളിയിൽ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം റവറൻ ഫാദർ ജാക്സ് ചാണ്ടി കശിഷ കേക്ക് മുറിച്ച് പുതുവത്സരം ആഘോഷിച്ചു. നിരവധി ഇടവക അംഗങ്ങൾ പങ്കെടുത്തു. നടത്തറ മാർ നർസേ പള്ളിയുടെ കീഴിൽ കാച്ചേരി MT നഗറിൽ ആണി കമ്പനിയോട് അടുത്ത് സ്ഥിതി ചെയ്യുന്ന കുരിശുതറയിൽ പുതുവത്സരത്തോട് അനുബന്ധിച്ച് ജനുവരി 1-ാം തീയതി രാവിലെ 7 മണിക്ക് അഭിവന്ദ്യ മാർ ഔഗ്യൻ കുര്യാക്കോസ് മെത്രാപ്പൊലീത്തയുടെ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചു. ഇതോടുകൂടി ഈ ആഴ്ചയിലെ വാർത്തകൾ അവസാനിച്ചിരിക്കുന്നു. നമസ്കാരം.